ഹലോ ഹായ്. ഞാൻ നല്ല പരിപാടിയിലാണ്. കായ കണ്ട. അപ്പോൾ ഇത് അരിയാൻ ഞാൻ നോക്കിയപ്പോൾ വെറുതെ തന്നെ ഇരിക്കുക. ഇവിടെ ആരും ഇല്ല. പിള്ളേർ മൂത്ത ആളാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ വണ്ടറിലേക്ക് പോയിരിക്കുന്നു. ഇളയ ആളാണെങ്കിൽ ട്യൂഷന് പോയിരിക്കണു. എന്തോരം നേരം എന്ന് വെച്ചാൽ തന്നെ ഇരിക്കണേ. അപ്പോൾ ഞാൻ കായ അരിഞ്ഞപ്പോൾ വെറുതെ നിങ്ങളോട് വർത്താനം പറഞ്ഞത് കായ അരിയാലോ എന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. ഈ കായ കാറ്റത്ത് ഒടിഞ്ഞതാണ്. നമ്മൾ മേടിക്കണേയല്ല. ഈ കായ എന്ന് പറഞ്ഞ സാധനമൊന്നും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന പരിപാടിയില്ല. ചേട്ടന്മാർ ഇഷ്ടംമാതിരി വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. കാറ്റ് വരുമ്പോൾ ഒടിയുക, ഇതുപോലെ മൂക്കാണ്ട് വീഴുക, അതൊക്കെ പറക്കിക്കൊണ്ട് വരും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും തോരനോ പയറിട്ട് മെഴുക്കുവരട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കും. നമ്മൾ പച്ചക്കറി അങ്ങനെ കാശ് കൊടുത്ത് മേടിക്കാറൊന്നുമില്ല. കായ, കുടപ്പൻ, പിണ്ടി, പിന്നെ നാടൻ പയറുള്ള സമയത്ത് നാടൻ പയർ, അത് വേനക്ക മഴയത്ത് ഇടില്ല. മഴയത്ത് ഇട്ടാൽ പുഴു വരല്ലേ. വേനക്ക് നാടൻ പയർ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒലത്തിയിട്ട് മീൻ എന്തെങ്കിലും മേടിച്ച് കറി വെക്കും. അതാണ് സ്ഥിരമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കപ്പൽ മുങ്ങിയ പിന്നെ മീൻ മേടിക്കൽ കുറവല്ലേ. പേടിയാണ് എല്ലാവർക്കും. ഇവിടെ ആരും അങ്ങനെ മേടിക്കണില്ല. പക്ഷേ മീൻ വിലക്കുറവുണ്ട്, അതും ഇല്ല. എത്ര രൂപയാണ് മീൻ? ഇവിടെ ചാളയൊക്കെ എങ്ങാണ്ട് 300 രൂപയോ എങ്ങാണ്ട്. അപ്പോൾ കുറേ ആയി മേടിച്ചിട്ട്. അപ്പോൾ പിന്നെ ആ പരിപാടിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തട്ടിക്കൂട്ടിയൊക്കെ ഒപ്പിക്കും. അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ നിങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ട് കായ അരിയണം. വൈകുന്നേരത്തേക്കുള്ള പരിപാടി അല്ലേ. വൈകിട്ട് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചും കൊണ്ടാണ്. കഞ്ഞി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെ തട്ടിക്കൂട്ടി വെച്ചാലും പിള്ളേർക്കൊന്നും ഒരു ഇഷ്ടക്കേടൊന്നും ഇല്ല കേട്ടോ. മൂത്തയാളും ഇളയാളും അവരൊക്കെ കഴിച്ചോളും. പിന്നെ അവർക്ക് എല്ലാം മുട്ടയൊന്നും പൊരിച്ച് ചോറിനൊന്നും ഇഷ്ടമല്ല. പുഴുങ്ങിയൊക്കെ വേണമെങ്കിൽ കഴിക്കും. അത്രയേ ഉള്ളൂ. ഉള്ളതൊക്കെ കൂട്ടിയാൽ കഴിക്കും. കഞ്ഞിയാകുമ്പോൾ നിങ്ങൾക്ക് കറി വേണ്ട. പിള്ളേർക്ക് അറിയില്ലെങ്കിലും കഞ്ഞിയാണെങ്കിൽ കഴിച്ചോളും. വല്ല അച്ചാറ്, കടുമാങ്ങ അച്ചാറൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ കൂട്ടി കഴിച്ചോളും. അതുകൊണ്ട് കറി വെക്കാമെന്ന് വെച്ചാൽ അത്ര വലിയൊരു പണിയൊന്നുമല്ല ഇവിടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ പോയി ഇത് അരിയട്ടെ. ടാറ്റാ ബൈ.